അവസാനം ജ്ഞാനേഷ് കുമാറിനും മോദിക്കും പിടിവീഴുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇപ്പോൾ. നരേന്ദ്രമോദിയുടെ ചട്ടുകമായി പ്രവർത്തിച്ച് താനിരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വം കളഞ്ഞുകുളിച്ച് മോദി പറയുന്ന താളത്തിനൊത്തു തുള്ളി തെരഞ്ഞെടുപ്പിൽ മോദി നടത്തിയ അട്ടിമറികളും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമടക്കമുള്ള രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ അതിദാരുണമായ രീതിയിൽ കൊണ്ടെത്തിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വിചാരണയ്ക്ക് വിധേയനാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ. ജ്ഞാനേഷ് കുമാർ നിയമത്തിന് മുന്നിൽ അകപ്പെടുമ്പോൾ മോദിക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കോടതി അടിവരയിട്ട് ചോദ്യമുനകൾ തീർക്കുമ്പോൾ ജ്ഞാനേഷ് കുമാർ ഏതവസ്ഥയിലെത്തുമെന്ന് നമുക്ക് കാണാം. മോദിയുടെ അധികാരം നിലനിർത്താൻ തെരഞ്ഞെടുപ്പിൽ നടത്തിയ അട്ടിമറികൾ അക്കമിട്ട് നിരത്തി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ രാജ്യത്ത് ഞെട്ടലുളവാക്കി. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന വ്യാപക വോട്ട് കൊള്ളയ്ക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൂർണ്ണ പിന്തുണയോടെ മോദി നടത്തുമ്പോൾ അത് തടയിടാനാണ് പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുന്നിട്ടിറങ്ങുന്നത്. കർണാടക, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഒഡീഷ, ഹരിയാന, ബീഹാർ തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളിലും മോദിയുടെ നീരാളി പിടുത്തമുണ്ട്. ലക്ഷക്കണക്കിന് വോട്ടുകളാണ് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയത്. BJPക്ക് അനുകൂലമായി വീഴാത്ത വോട്ടുകൾ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളാണ് ഇത്തരത്തിൽ വെട്ടിമാറ്റപ്പെട്ടത്. പിന്നീട് BJPക്ക് വീഴാവുന്ന ലക്ഷക്കണക്കിന് അനുകൂല വോട്ടുകൾ തിരികെ കയറ്റി തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വിജയം മോദിയും സംഘവും ഉറപ്പാക്കി. പക്ഷേ മോദി രാജ്യമൊട്ടാകെ നടത്തിയ ജനാധിപത്യ കാട്ടുകൊള്ള രാജ്യം തിരിച്ചറിഞ്ഞ നിമിഷം മോദി എന്ന ഭരണാധികാരി രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും നിഷ്കാസിനായി മാറി. വോട്ട് കൊള്ളയിൽ കൃത്യമായി കണ്ണിങ്ങായ ചോദ്യശരങ്ങളാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും ഉയർത്തിവിടുന്നത്. പക്ഷേ അതിന് മറുപടിയില്ലാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നവംബർ 20 5 മണിക്ക് 58.22% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഇത് രാത്രി 11:30 ആയപ്പോഴേക്കും 65.02% കൂടുകയാണ് ഉണ്ടായത്. വോട്ടെണ്ണലിന് മുമ്പ് വീണ്ടും അത് വർദ്ധിച്ചു. 66.05% അത് മാറുകയുണ്ടായി. മൊത്തം 7.8% കൂടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രത്തിൽ ഇതുവരെ താൽക്കാലിക കണക്കും അന്തിമ കണക്കും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും 1% കവിഞ്ഞിട്ടില്ല. എല്ലായ്പ്പോഴും അതിൽ കുറച്ചാണ് വ്യത്യാസമുണ്ടായിരുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിൽ താൽക്കാലിക കണക്കിനും അന്തിമ കണക്കിനും ഇടയിൽ വലിയ വർധനവാണുണ്ടായതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മഹാരാഷ്ട്രയ്ക്കൊപ്പം വോട്ടെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ 5 മണിക്കും രാത്രി 11:30 പോളിംഗ് ശതമാനത്തിൽ വ്യത്യാസം 1.79% മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി. അട്ടിമറി നടന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ പ്രക്രിയയും കമ്മീഷന് വീഡിയോഗ്രാഫ് ചെയ്യേണ്ടി വരും. VVPAT സ്ലിപ്പുകളും കണക്കെടുക്കണം. എന്നാൽ വീഡിയോഗ്രാഫ് എവിടെ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവില്ല. അതിന് വിശദീകരണം നൽകാൻ അവർക്ക് കഴിയുന്നുമില്ല. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിയുടെ ധാർഷ്ട്യം ജനാധിപത്യത്തിൻ്റെ ചിറകുകൾ അരിയുകയാണ്. പഞ്ചാബിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചപ്പോൾ BJP അവിടെ ചിത്രത്തിലേ ഇല്ല എന്ന സ്ഥിതി വന്നു. ബാലറ്റിലേക്ക് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് തിരിച്ചു പോയാൽ BJPയുടെ യഥാർത്ഥ അവസ്ഥ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് പഞ്ചാബിൽ തെളിഞ്ഞത്, തെലങ്കാനയിൽ തെളിഞ്ഞത്. യഥാർത്ഥത്തിൽ വോട്ട് ചോരി മാറ്റി നിർത്തി പരിശോധിച്ചാൽ 2014 2019 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വൻ പരാജയമായിരുന്നു BJPക്ക് സമ്മാനിച്ചത്. ഇത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് വോട്ട് കൊള്ള വഴി നേടിയ കണക്കുകൾ അവർക്ക് അനുകൂലമായി മാറുന്നതും. ബാലറ്റ് വന്നാൽ BJP തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ടാണ് രാജ്യം മുറവിളി കൂട്ടിയിട്ടും രാജ്യത്തെ ബാലറ്റ് പേപ്പർ നടപ്പിലാക്കാൻ മോദി വിസമ്മതിക്കുന്നത്. ബംഗാളിൽ ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ 58 ലക്ഷം ആളുകളെ പുറംതള്ളിയതിനു പിന്നാലെ ഇപ്പോൾ തമിഴ്നാട്ടിലും 1 കോടിക്കടുത്ത്, കൃത്യമായി പറഞ്ഞാൽ 98 ലക്ഷത്തോളം ആളുകളെ വെട്ടിമാറ്റി. ഇന്ത്യയിൽ ജനാധിപത്യം തകർക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശം പോലും നിഷേധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു എന്നതും ഏറെ സങ്കടകരമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യാനോ നിയന്ത്രിക്കാനോ കഴിയില്ലാത്രേ.
മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ, അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് 45 ദിവസത്തിനകം കോടതിയിൽ പരാതി എത്തിയില്ലെങ്കിൽ നശിപ്പിക്കാമത്രേ. ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ രാജ്യത്തിൻ്റെ ദുസ്ഥിതിയെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. 2014 നരേന്ദ്രമോദി വർഗീയത കുത്തിവെച്ചുകൊണ്ട് അധികാരത്തിൽ വന്നത് എങ്കിൽ 2019 മോദി അധികാരത്തിൽ വരുന്നത് വ്യാപക വോട്ടിംഗ് അട്ടിമറിയിലൂടെയാണ്. ഇതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. കണക്കുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി ഇത് നമ്മളോട്, രാജ്യത്തോട് പറഞ്ഞത്. 2024 വോട്ട് കൊള്ള അതിൻ്റെ ഏറ്റവും നെറികെട്ട അവസ്ഥയിൽ മോദി എത്തിക്കുകയായിരുന്നു. അത് വളരെ വ്യക്തമായി പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലൂടെ രാജ്യത്ത് രാഹുൽ ഗാന്ധി കാട്ടിക്കൊടുത്തു. ഇതിനെ പ്രതിരോധിക്കാൻ കള്ളക്കേസുകളും മോദി ഭക്തരെ കൊണ്ട് തെരുവിൽ തടയലും അറസ്റ്റും കളിയാക്കലും ഒക്കെ കൊണ്ട് ഭരണപക്ഷം പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ സധൈര്യം ആർജവത്തോടെ ഇന്ത്യയിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും അതിലുപരി സംഘപരിവാർ അജണ്ടയിലൂടെ തകരുന്ന ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ നിയുക്തനായ കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും ഇന്ത്യ രാജ്യത്തെ പടുത്തുയർത്തിയ നെഹ്റു കുടുംബത്തിൻ്റെ കോൺഗ്രസ് പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് പതിറ്റാണ്ടുകളുടെ ദേശസ്നേഹ പാരമ്പര്യത്തിൻ്റെ പകിട്ടുയർത്തി രാഹുൽ ഗാന്ധി ഇന്ത്യയെ പൊതിഞ്ഞു പിടിക്കുകയാണ്. ഇപ്പോഴിതാ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ മോദിക്കെതിരെ ജ്ഞാനേഷ് കുമാറിനെതിരെ കോടതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ബീഹാറിലെ പാറ്റ്ന ഹൈക്കോടതിയിൽ വോട്ട് അട്ടിമറിക്കതെ വ്യാപക പരാതി എത്തിക്കഴിഞ്ഞു. ഇത് മോദിക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ജ്ഞാനേഷ് കുമാറിന് പൂട്ടിടാനും അതുവഴി മോദിയെ പിടിച്ച് കെട്ടാനുമുള്ള ഒരു തുറന്ന നിയമയുദ്ധമാവും. ഏതായാലും മോദിയുടെ പ്രഭാവം അവസാനിക്കും. രാജ്യം കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ വരും എന്നത് ഉറപ്പാണ്. കാറ്റ് ഒരു വശത്തേക്ക് മാത്രം എത്ര നാൾ വീശും? കാലം മാറ്റം വരുത്തും. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവാകും ഇന്ത്യയിൽ. അപ്പോഴും ഇവിടെ കോടതിയും നിയമവും ഇന്ത്യ രാജ്യവും ഉണ്ടാകും. മുഴുവനായി നശിച്ചു പോകാത്ത മോദി ചിറകരിഞ്ഞ നമ്മുടെ ജനാധിപത്യവും ഉണ്ടാകും. മോദിക്ക് കൂച്ചുവിലങ്ങിട്ട് രാജ്യം മോദിയെ ജനാധിപത്യപരമായി വിചാരണ ചെയ്ത് നിയമത്തിൻ്റെ കടുത്ത ആഘാതം കൊടുത്ത് തീഹാർ ജയിലിൻ്റെ അഴികളിൽ ചരിത്രമെഴുതിയ ഏറ്റവും വലിയ ജനാധിപത്യ ചതിയുടെ ഭരണാധികാരിയെ ആയി മോദിയെ നമ്മൾ കാണേണ്ടി വരും. മോദിക്ക് വേണ്ടി ചരിത്രം തിരുത്തി പതിറ്റാണ്ടായി ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ ജനാധിപത്യമെന്ന ഖാദി കൊണ്ട ഇന്ത്യയെ തകർക്കാൻ വഴിയൊരുക്കിയ ജ്ഞാനേഷ് കുമാർ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടെ ജനം നിയമവ്യവസ്ഥയുടെ പൂട്ടിട്ട് ജയിലറയ്ക്കുള്ളിൽ തള്ളും. 140 കോടി ജനത്തിന് ജ്ഞാനേഷ് കുമാറിനോട് മോദിയോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ: എന്തിനു വേണ്ടി ഇന്ത്യയെ ഇങ്ങനെ തകർക്കുന്നു? ഏത് വിദേശ ശക്തികളുടെ അച്ചാരം വാങ്ങിയാണ് ഇവിടുത്തെ ജനാധിപത്യ ശ്രീകോവിലിനെ തകർക്കാൻ ഈ നെറികെട്ട പണി ചെയ്തത്? എന്തിനാണ് രാജ്യത്തെ ഇങ്ങനെ ഛിന്ന ഭിന്നമാക്കുന്നത്? ഒരു ഭാഗത്ത് ഭരണപരമായും മറുഭാഗത്ത് രാഷ്ട്രീയപരമായും മറ്റൊരു ഭാഗത്ത് വർഗീയപരമായും വേറൊരു ഭാഗത്ത് പണപരമായും രാജ്യത്തിൻ്റെ തന്നെ പ്രധാനമന്ത്രി രാജ്യത്തെ തന്നെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ ഇനി എന്ത് നീതി നമുക്ക് കിട്ടും? എവിടുന്ന് കിട്ടും നീതി? രാജ്യം അതീവ ഗുരുതര തകർച്ചയുടെ വക്കത്താണ് മോദി ഭരണം കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇത് അവസാനിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ജനകോടികളുടെ പിന്തുണയുണ്ട്. രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ കൂട്ടിനുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.